വർഷത്തെ NMMS എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ കാത്തിരുന്ന ആ ദിവസം എത്തിയിട്ടുണ്ട്. നമ്മുടെ NMMS എക്സാമിന്റെ ഈ വർഷത്തെ NMMS എക്സാം എന്നായിരിക്കും എന്നുള്ള കാര്യം ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് എപ്പോൾ തൊട്ടിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോൾ തൊട്ടിട്ടാണ് കൊടുത്തു തുടങ്ങേണ്ടത്, എന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, എന്നാണ് എക്സാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എഴുതിയ മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എപ്പോഴാണ് എക്സാം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ Nmms sc.kerala.government.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് NMMS എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ, ഈ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു NMMS എക്സാം എഴുതാനായിട്ട് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഒരു സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അപ്പം 48,000 രൂപയുടെ സ്കോളർഷിപ്പ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള 9, 10, 11, 12 ക്ലാസ്സുകളിലായിട്ട് 12,000 രൂപ വെച്ച് ടോട്ടൽ 48,000 രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് എൻ്റെ കുട്ടികളുടെ കൈകളിൽ എത്താം. ഇനി നമ്മൾ നോക്കുന്നത് എപ്പോഴാണ് ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് ഒക്ടോബർ മാസം 13-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക, 27-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഒക്ടോബർ മാസം 13 മുതൽ 27 വരെ. അപ്പോൾ 27 ഒന്നും ആക്കാനായിട്ട് നിൽക്കേണ്ട, ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സൈറ്റ് ജാം ആവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, 13-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് എൻ്റെ കുട്ടികളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി എന്നാണ് എക്സാം അല്ലേ? അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ NMMS എക്സാം വരുന്നത് മക്കളെ 30-ാം തീയതിയാണ്. ഡിസംബർ മാസം 30-ാം തീയതിയാണ്, 30th നമ്മുടെ എക്സാം വരുന്നത്. 30-ാം തീയതി രാവിലെയും വൈകിട്ടുമാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. രാവിലെ ആയിരിക്കും നിങ്ങളുടെ മാറ്റിന്റെ എക്സാം, അതുപോലെ തന്നെ വൈകുന്നേരം ആയിരിക്കും നമ്മുടെ സാറ്റിന്റെ എക്സാം വരുന്നത്. അപ്പോൾ 2 പേപ്പർ ആയിട്ടാണ് നമ്മുടെ എക്സാം ഉള്ളതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഡിസംബർ മാസം 30-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന്റെ ഡേറ്റ് 30 അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മാസം 13-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ്. ആൻഡ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട ആ സൈറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ്സിന് പറയാനായിട്ടുള്ളത്, ഡിസംബർ മാസം 30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്. ഡിസംബർ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ 11 മുതൽ ഒരു 19, 20 വരെയാണ് നമ്മുടെ എക്സാംസും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാം വരുന്നത് അല്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അധിക ദിവസം ഗ്യാപ്പ് ഒന്നുമില്ല ഈ 30-ാം തീയതി NMMS എക്സാം എന്ന് പറയുമ്പോൾ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കണോ, NMMS എക്സാമിന് പഠിക്കണോ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് NMMSന് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. കാരണം വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇതിനിടയിൽ കിട്ടുന്നത്. ഒരു 5, 6, 7 ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഇതിനിടയിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോഴേ തന്നെ NMMS എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം എല്ലാവരും കാത്തിരുന്നത് ഈ ഒരു ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഡിസംബറിലാണ് നമ്മുടെ എക്സാം ഉള്ളത്. ഡിസംബർ 30 എന്ന് പറയുന്നത് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ 48,000 രൂപ വരുന്ന ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ നമ്മുടെ എക്സാമിനറുടെ NMMSന്റെ ഫ്രീ ബാച്ച് ഉണ്ട്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ലിങ്ക് ത്രൂ നമ്മുടെ ഈ ഒരു ഫ്രീ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വീഡിയോസും ലൈവ് ക്ലാസ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ഒരു വർഷം മാത്രമുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ NMMS എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയോ? ഈ ഒരു ഡേറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ ഡേറ്റിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് പേടിയാണ് തോന്നുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും മിസ് അത് നോക്കുന്നതാണ്. കാരണം അതനുസരിച്ചിട്ട് വേണം ഇനിയുള്ള നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. സോ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ഈ ഒരു ന്യൂസ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഡിസംബർ 30 NMMS എക്സാം നമുക്ക് അടിപൊളിയായിട്ട് നേടിയെടുക്കാം.